ഭക്ഷണം അടിപൊളി ഭക്ഷണം. MLA പറയുന്നത് ഈ ഭക്ഷണമൊന്നും കൊടുക്കരുതെന്നാ പറയുന്നത്. അതെന്താ പാവങ്ങൾക്ക് കൊടുക്കുന്നത്? പട്ടിണിക്കാർ കിടക്കുന്ന രാജ്യം ഇത്, അവർക്ക് കൊടുക്കണ്ടേ മോനെ ആഹാരം. ഇപ്പൊ പുള്ളിയുടെ അഭിപ്രായം എന്താ നമ്മൾ നോക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് പ്രവർത്തകരാണ്. ഉച്ചഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇന്ന് തന്നെ ഞാനവിടെ എനിക്ക് എന്റെ വയ്യാതടക്കം ഇവിടെ നമ്മുടെ ഫാമിലി എല്ലാം ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞതെന്നറിയാവോ, എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ഭക്ഷണം കൊണ്ടുവരുന്നത് അറിയാവോ. എത്ര പേരുടെ വീടുകളിൽ പോയിട്ടാണ് ഈ മഴയത്ത് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പൊ എന്നിട്ട് ഇവരും മറ്റേ വോട്ട് കുത്തുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ ഒരു അവരവരുടെ ഇഷ്ടമാണ്. എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണ്ടേ. അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതാ. പുള്ളി ഇപ്പൊ പാർട്ടിക്കാർക്ക് ആർക്കാ പുള്ളിനെ ഇഷ്ടമുള്ളത്? പാർട്ടിക്കാർക്ക് ആരെയാണ് പുള്ളിനെ ഇഷ്ടമുള്ളത്? ഒരാളെ ഇഷ്ടമല്ലല്ലോ. ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. അതെന്താ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന എത്രയോ പാർട്ടി പ്രവർത്തകരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഉടനെ ഓടണ്ടേ? അങ്ങനെ പോകുന്നില്ലല്ലോ. കൊടുക്കുന്ന ആഹാരം ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇല്ലാത്തവർക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ പല വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരമാണ്. ഞാനും കഴിക്കുന്ന ആഹാരമാണ് ഇത്. നമ്മുടെ വീട്ടിൽ തരുന്നേക്കാട്ടിൽ അടിപൊളിയായിട്ടുള്ള ആഹാരമാണ് നമുക്ക് കിട്ടുന്നത്. നിരവധിയായിട്ടുള്ള യുവാക്കള്, അതോടൊപ്പം തന്നെ ഓരോ അമ്മമാരും രാവിലെ ഇപ്പോ നമുക്കറിയാം മിക്ക സ്ത്രീകളും അത്യാവശ്യം ജോലി പോകുന്ന സ്ത്രീകളാണ്. പക്ഷെ അവരുടെ ആ ഒരു ജോലിയുടെ സമയങ്ങളിൽ പോലും അവര് രാവിലെ പോകുമ്പോൾ നമുക്കുള്ള പൊതിച്ചോറ് അവരുടെ വീടുകളിൽ കാത്തു വെച്ചുകൊണ്ട് നമുക്കൊരു കുറിപ്പുകൾ അടക്കം എഴുതി വെച്ചുകൊണ്ടാണ് അവര് മടങ്ങുന്നത്. ഇന്നും അതെ, അവര് അതിനെ അത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവരും പറയുന്നത് ഞങ്ങളും മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ളത് നമ്മൾ നൽകുന്ന ഹൃദയപൂർവ്വം പൊതിച്ചോറാണ്. അതിനെ അവര് ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിച്ചാണ് നമ്മൾ ചെല്ലുമ്പോൾ ആ പൊതിച്ചോറ് സ്നേഹത്താൽ പൊതിഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്. നമുക്ക് വളരെ ഖേദം തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മറ്റാരോടും അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് തുടക്കം അതെ അറിയാത്ത ആളൊന്നുമല്ല ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഹൃദയപൂർവ്വത്തിന്റെ ഭാഗമാകുന്ന വീട്ടമ്മമാർക്കും അതോടൊപ്പം തന്നെ പങ്കാളികളാകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.